ഓരോ സെഷനിൽ നൽകുന്ന ഒരു ബാലറ്റുകൾ, ആ ബാലറ്റിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലത്തീൻ ഭാഷയിൽ, എലീഗോ സുമ്മും പൊന്തിഫിച്ച്. എന്നിട്ട് അതിന് താഴെ ആണ് അദ്ദേഹം ഇതിന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഉചിതമായ വ്യക്തിയും തോന്നുന്ന ആളുടെ പേര് എഴുതേണ്ടത്. എലീഗോ സുമ്മും പൊന്തിഫിച്ച് പിന്നെ പേരെഴുതുകയാണ്. അതിനുശേഷം അത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ഓരോ കർദിനാളും ഈ ബാലറ്റ് ഉയർത്തി നിക്ഷേപിക്കുന്നതിന് മുമ്പ് പറയേണ്ട ഒരു 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 വാചകം അങ്ങനെയാണ്: ഐ കോൾ ആസ് മൈ വിറ്റ്നസ് ക്രൈസ്റ്റ് ദ ജഡ്ജ് ഹു വിൽ ബി ക്രൈസ്റ്റ് ദ ലോർഡ് ഹു വിൽ ബി മൈ ജഡ്ജ്, that my vote is given to the one whom I believe should be elected according to God. അപ്പോൾ വിധിയാളനായ മിശിഹായുടെ, എന്നെ വിധിക്കുന്നവനായ മിശിഹായി എൻ്റെ സാക്ഷിയായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വോട്ട് നിക്ഷേപിക്കുന്നത്. നമ്മൾ വളരെ പ്രത്യേകത ഉള്ള കാര്യം, മൈക്കൽ ആഞ്ചലോയുടെ വിഖ്യാതമായ ലാസ്റ്റ് ജഡ്ജ്മെന്റിന്റെ, അന്ത്യവിധിയുടെ ചിത്രം ആലേഖനം ചെയ്ത ആ ഒരു അൾത്താരയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഓരോ കർദിനാളും അദ്ദേഹം രേഖപ്പെടുത്തിയ വോട്ട് ഉയർത്തി, ബാലറ്റ് ഉയർത്തി അദ്ദേഹം പറയുന്നത്, എന്നെ വിധിക്കുന്നവനായ മിശിഹായെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ ദൈവത്തിന് മനസ്സിനിണങ്ങിയ വ്യക്തിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ലോകം മനസ്സിലാക്കുന്നതിലപ്പുറം ഒരു ദൈവികമായ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവിശ്വാസം ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും വിധിയാളനായ മിശിഹായുടെ മുൻപിൽ ആ ഉത്തരവാദിത്വം ലാഘവത്തോടെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോൺക്ലേവിന്റെ സമയക്രമങ്ങളെ കുറിച്ച്, അതിന്റെ ദൈർഘ്യങ്ങളെ കുറിച്ച് നമ്മൾ അക്ഷമരാവേണ്ട കാര്യമില്ല. മിശിഹായുടെ ന്യായാസനത്തിന്റെ മുമ്പിലാണ് താൻ കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കേണ്ടത് ഈ ഒരു പ്രവൃത്തിയെ പ്രതി എന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ട് ഞാൻ പറയും, അങ്ങേയറ്റം ഭയത്തോടും വിറയലോടും കൂടി മാത്രമേ ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക്, ഒരു സഭയിലെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ പറ്റൂ. നമ്മൾ ചിന്തിക്കണം, ജോവാന്നി ബത്തിസ്താറെ, കാർഡിനൽ ജോവാന്നി ബത്തിസ്താറെ അദ്ദേഹത്തിന്റെ ഹോമിലിയിൽ പറയുകയാണ്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതവും ഉദാത്തവും ഗൗരവപൂർണമായ ഒരു പദവിയും ഉത്തരവാദിത്വവുമാണ് മാർപ്പാപ്പ സ്ഥാനം. അങ്ങനെയെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ നിയോഗിക്കുമ്പോൾ വിധിയാളനായ മിശിഹായുടെ കണ്ണുകളുടെ മുമ്പിൽ നിന്നാണ് അത് നിർവഹിക്കുന്നത് എന്ന വിശ്വാസത്തിന്റെ ബോധ്യം ഉള്ള ഒരു വ്യക്തിക്ക് വിറയലോടുകൂടി അല്ലാതെ, ഭയത്തോടുകൂടി അല്ലാതെ ആ ദൗത്യം നിർവഹിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രമേൽ ശ്രേഷ്ഠവും ഉത്തരവാദിത്വപൂർണവുമായ ഈ ഒരു കാര്യമാണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ ഉള്ളിൽ 133 കർദിനാളന്മാർ നിർവഹിക്കുന്നത്. അവർ ഒരുമിച്ച് കൂടുന്നെങ്കിലും ഓരോരുത്തരും തനിച്ചാണ് വിധിയാളനായ മിശിഹായുടെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ മനസാക്ഷിയും പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെയും അവർക്ക് യഥാവിധി പിൻചൊല്ലാൻ സാധിക്കാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഉയർത്തുകയും ആ ഒരു വെളുത്ത പുക ഉയരുന്ന മുഹൂർത്തത്തിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കുകയുമാണ് ചെയ്യാവുന്നത്.